ഗീതാ, ഗീതാ, ഞാൻ ഇറങ്ങാണ്. ആ, VP എവിടേക്കാ? എവിടേക്കാണ്, എപ്പോ വരും എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കാര്യങ്ങൾ വിചാരിച്ച പോലെയൊക്കെ നടന്നാൽ ഞാൻ തിരിച്ചു വരുന്നത് തനിക്കൊരു സർപ്രൈസ് ആയിട്ടായിരിക്കും. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? സർപ്രൈസ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞ അതിന്റെ സസ്പെൻസ് പോയില്ലേ? അതെന്താണെന്ന് വരുമ്പോ താൻ അറിഞ്ഞാ മതി. എന്റെ ഫോൺ എവിടെ? എവിടെയാണല്ലോ വെച്ചത്? ഞാൻ മാളുവിനെ കുറ്റപ്പെടുത്തുകയല്ല. അന്ന് രാത്രിയിൽ സംഭവിച്ച കാര്യം അപ്പൊ തന്നെ മാളുവിനെ വീട്ടുകാരെ അറിയിക്കായിരുന്നു. ഇനി അന്ന് അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ മാളു കോൺഷ്യസ് ആയ ആ ദിവസമെങ്കിലും ജോബിനോടെങ്കിലും ഈ കാര്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. പോട്ടെ, സാരമില്ല. വൈകിയാണെങ്കിലും ജോബിനോട് തുറന്നു പറഞ്ഞത് നന്നായി. പേടിയാണ് എനിക്ക് സർ. അന്ന് അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ ശരിക്കും ആ രീതിയിലായിരുന്നു. ശരിക്കും കൊടും ക്രിമിനലുകളെ പോലെയാണ് അവരെന്നോട് പെരുമാറിയത്. സത്യം ഞാൻ പുറത്തു പറഞ്ഞാൽ അച്ഛനെയും ഡോക്ടറെയും അവർ അപായപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആരോടും പറയാതിരുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവും. ഇപ്പോഴും എനിക്ക് ഭയമാ. അവർക്കെന്തെങ്കിലും സംഭവിച്ചാ? മാളു ധൈര്യമായിട്ടിരിക്കെ. ആർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെത്രയും പെട്ടെന്ന് അറസ്റ്റിലാവും. ഈ സംഭവം നടന്ന് ഇത്രയും നാളായിട്ടും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ സ്ഥിതിക്ക് അത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആരോ മിസ്ലീഡ് ചെയ്തുകൊണ്ടാ. അവർ സ്റ്റേറ്റ് വിട്ടുപോയി എന്നൊരു സൂചന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിരുന്നു. അവർ ആ രീതിയിൽ ട്രാക്ക് ചെയ്യായിരുന്നു അവരെ. പിന്നെ ആ സാംകുട്ടിയുടെ വീട്ടുകാര് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിന്റെ തെളിവ് ശേഖരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ഞാനൊരു ഹർജി കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. മാളു എന്താ ആലോചിക്കുന്നത്? അപ്പുവിനെ കുറിച്ച് ഓർക്കാപ്പുറത്ത് എന്നെ കാണുമ്പോ എങ്ങനെയാവും അപ്പു റിയാക്ട് ചെയ്യാന്ന് ഓർത്തുപോയതാ. എന്തായാലും ഒരു വാം വെൽക്കം മാളു എക്സ്പെക്ട് ചെയ്യണ്ട. കഴിഞ്ഞ തവണ കാണാൻ പോയ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. പിന്നെ മാളു ആയതുകൊണ്ട് അപ്പു നോ പറയില്ല എന്നൊരു വിശ്വാസം. ഇനിയും കുറച്ചധികം പോകാനുണ്ടോ സർ? ഇല്ല, നമ്മളെത്താറായി. പതുക്കെ. നല്ല പെയിനുണ്ടല്ലേ? കുറച്ച്. സാരമില്ല. എന്നിട്ട് മുഖത്തെ ഭാവം അങ്ങനെയല്ലല്ലോ. ഈ വേദന സഹിച്ചുകൊണ്ടാണോ ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ പോകുന്നത്? അതൊന്നും സാരമില്ല അമലേച്ചി. ട്രെയിനിൽ കയറി പറ്റിയാ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇപ്പോഴത്തെ ആവേശത്തിന് പറയും. യാത്ര തുടങ്ങി കഴിയുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവും. 2 പകലും 1 രാത്രിയും വേണ്ടി വരും അങ്ങത്ത്.
ഇത്തിരി കഷ്ടപ്പാട് അനുഭവിക്കണമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. പക്ഷേ ഇവിടുന്ന് അവിടം വരെയുള്ള യാത്ര ടെൻഷൻ തന്നെയാ. നമ്മുടെ അവസ്ഥ വെച്ച് തൽക്കാലം യാത്ര ട്രെയിനിലൊക്കെ രക്ഷയുള്ളൂ. അല്ലാതെ എയർ സർവീസിനൊന്നും നമ്മുടെ ബഡ്ജറ്റിലെ തുക വകയിരുത്തിയിട്ടില്ലല്ലോ. എയർ ആംബുലൻസിന്റെയും സർവീസിന്റെയും കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. യാത്ര കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ അവസ്ഥയിൽ ഇങ്ങനൊരു റിസ്ക് എടുക്കണോ? ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കമലേച്ചി, ഞാനിത് നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. യാത്ര മാറ്റിവെക്കുന്നതിനേക്കാൾ റിസ്ക്കാ ഇനിയും ഈ സ്ഥലത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ പിന്തിരിപ്പിക്കാനാണ് മറ്റുള്ളവർ കൂടുതലും. ഞാൻ അങ്ങനൊരു ഉദ്ദേശത്തെ പറഞ്ഞതല്ല കേട്ടോ. അയ്യോ, ഞാൻ കമലേച്ചി അങ്ങനെ ഉദ്ദേശിച്ചു എന്നല്ല പറഞ്ഞത്. മറ്റു ചിലരെയാണ് ഞാൻ മീൻ ചെയ്തത്. അവരുടെ മുമ്പിൽ ഇനിയൊരു സീനുണ്ടായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ വിടണം നമുക്ക്. അമ്പിമാമൻ എപ്പോ വരുമെന്നാ പറഞ്ഞേ? സാറ് വരാൻ ലേറ്റ് ആവുമായിരിക്കും. യാത്രയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കാൻ കുറച്ചധികം കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടു. പിന്നെ ആരെയൊക്കെ കാണണമെന്നും പറഞ്ഞു. അമ്പിമാമൻ ആരെയാ കാണാൻ പോകുന്നെന്ന് പറഞ്ഞോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പൊ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട, ആ നമ്പർ തൽക്കാലം ഞാൻ അവിടെ ചെന്നിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കിടന്നോളൂ. ആ, കിടക്കാം. സാർ ഇത്ര വേഗം മടങ്ങി വന്നോ? ഹലോ, എന്നെ ഓർമ്മയില്ലേ? ഞാൻ 2 ദിവസം മുമ്പ് അംബിസാറിനെ തിരക്കി വന്നിരുന്നു ഇവിടെ. സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് മാളവിക. മാളൊന്ന് ഞങ്ങളൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനെ തന്നെ വിളിക്കാറ്. മാളു അപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞാൽ പോരാ. 2 പേരും ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലാണ് ജനിച്ചത്. പിന്നെ പഠിച്ചും വളർന്നതൊക്കെ ഒരുമിച്ചായിരുന്നു. അംബിസാറിനറിയാം. സാർ, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാറെന്തിനാ വന്നത്? അല്ല, ഞാൻ വന്നത് എനിക്കും മാളവയ്ക്കും അപ്പനൊന്ന് കാണുമായിരുന്നു. അത്യാവശ്യമാണ്. സോറി സാർ, അപ്പൂനിപ്പോ ആരെയും കാണണ്ടെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് സാർ ക്ഷമിക്കണം. ഇപ്പൊ അപ്പൂനെ കാണാൻ പറ്റില്ല. എന്താ ഇയാളുടെ പേര്? കമല. ഈ നിൽക്കുന്ന മാളവികയും അപ്പവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കമലയ്ക്ക് അറിയോ? ഒറ്റ വരയിൽ ഞാനൊരു ക്ലൂ തരാം. അപ്പു തന്നെയാണ് ഈ നിൽക്കുന്ന മാളവിക. സോറി, സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇനി ഇവര് തമ്മിൽ തിക് ഫ്രണ്ട്സ് ആണെന്നാണ് സാർ ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഇപ്പൊ അപ്പുവിനെ കാണാൻ പറ്റില്ല. ഒരു വിസിറ്റേഴ്സിനെ അകത്തേക്ക് വിടരുതെന്ന് എനിക്ക് സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, അഡ്വക്കേറ്റ് നന്ദകുമാറും മാളവിക മുരളീധരനും വന്നിട്ടുണ്ടെന്ന് അപ്പനോടൊന്ന് പറഞ്ഞു നോക്ക്. എന്താ അപ്പു പറയുന്നെന്ന് അപ്പ അറിയാലോ. എന്നിട്ട് കാണാൻ പറ്റില്ലെന്നാണ് അപ്പു പറയുന്നതെങ്കിൽ ഓക്കെ, ഞങ്ങൾ പൊക്കോളാം. നോക്ക്, ഞങ്ങൾ അപ്പുവിനെ കണ്ടെന്ന് കരുതി അതുകൊണ്ട് കമലയ്ക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല.
സർ, അതുകൊണ്ടല്ല ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. നാളെ ആ കുട്ടി പൂനെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനിൽ ഒരു നീണ്ട യാത്ര ആ കുട്ടിയെ സംബന്ധിച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ യാത്ര മാറ്റിവെക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ നിങ്ങൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നാൽ അപ്പു ഒരിക്കലും ഒരു റീതിങ്കിങ്ങിന് തയ്യാറാവില്ല. സോ പ്ലീസ്. അപ്പുവിനോട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ അപ്പു കേൾക്കും. എന്താ വിശ്വാസമില്ലേ? അത് സത്യമാണ് കമല. ഒരു കാര്യം ചെയ്, മാള് ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയി അപ്പുനെ കണ്ടിട്ട് വരാം. കമല, ട്രസ്റ്റ് മീ, അപ്പുവിനെ ഞങ്ങൾ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല. കമലേച്ചി, സോറി, കഴിഞ്ഞ തവണ കണ്ടുപിരിയുമ്പോൾ അപ്പുവിനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. എനിക്ക് വീണ്ടും വരേണ്ടി വന്നു. അപ്പു നാളെ പൂനെയിലേക്ക് പോവാണെന്ന് കമല പറഞ്ഞു. അതെ. ഗുഡ്. സ്വന്തം ജീവിതം, സ്വന്തം തീരുമാനം. പക്ഷെ അപ്പോ എന്തിനാണ് തിരക്കട്ടെ യാത്ര, അതും ഇങ്ങനൊരവസ്ഥയിൽ? ഫിസിക്കലി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണം തോന്നി. അതുകൊണ്ട് പോകുന്നു. അവിടെ ആകുമ്പോൾ അനുവാദമില്ലാതെ ഇങ്ങനെ സന്ദർശകരുടെ തള്ളിക്കയറ്റുണ്ടാവില്ലല്ലോ അല്ലേ? അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മളിപ്പോ എത്ര റെസ്ട്രിക്ട് ചെയ്താലും വരണമെന്ന് തീരുമാനിച്ചവർ വരിക തന്നെ ചെയ്യും. അത് മാത്രമല്ല സർ, എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അപ്പുവായി മാറണം. ഇവിടെ തുടരുമ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പുവിൻ്റെ മനസ്സ് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അപ്പു നാളെ ഇവിടെ വിടുകയാണെന്ന് അറിയുന്നത്. അതിൻ്റെ കാരണവും അപ്പു ഇപ്പോൾ പറഞ്ഞു. വെൽ, ഇതൊന്നും അറിയാതെ ഞാൻ അപ്പുവിനോടൊരു തെറ്റ് ചെയ്തു. അപ്പുവിൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഒരാളെ കൂടി എൻ്റെ ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. പേടിക്കണ്ട, അത് ആദരയല്ല. ഞാൻ അപ്പുവിനെ പരിചയപ്പെടുന്ന സമയത്ത് തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ നഷ്ടമായതിൻ്റെ വേദനയിലായിരുന്നു അപ്പു. ശരിയല്ലേ? അന്ന് ഞാൻ അപ്പുവിന് വേണ്ടി മാളവികയെ കണ്ടു, സംസാരിച്ചു. ഇന്നതുപോലെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഓർത്തുള്ള സങ്കടത്തിലാണ് മാളു. മാളുവും വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. മാളുവിന് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഷോക്കിൽ നിന്ന് ആ പാവം ഇതുവരെ കരകയറിയിട്ടില്ല. ഭർത്താവും സ്വന്തം വീട്ടുകാരൊക്കെ അവളെ ആശ്വസിപ്പിക്കാൻ ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അതിൽ വലിയ റോളില്ലെന്ന് മാളുവിന് മനസ്സിലായി. മനസ്സൊന്ന് ശാന്തമാവണമെങ്കിൽ തനിക്ക് അപ്പുവിനെ ഒന്ന് കാണണമെന്ന് മാളു തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് അവളെ എൻ്റെ അടുത്ത് എത്തിച്ചത്. ആ സങ്കടത്തിന് മുന്നിൽ എനിക്ക് മാളുവിനെ ഒഴിവാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ അനുവാദമില്ലാതെ എനിക്ക് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ടി വന്നത്. അപ്പു, ഐ എം സോറി അപ്പു. അന്ന് നീ എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാതെ എല്ലാവർക്കും വേണ്ടി ഞാൻ നിന്നെ ഒഴിവാക്കി. അതെത്ര വലിയ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോഴും അപ്പു മനസ്സിലാവുന്നത്. അന്ന് നീ എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ ശിക്ഷയപ്പോ എനിക്ക് ദൈവം തന്നത്. ഞാനിപ്പോ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്റെ കുഞ്ഞു പോയപ്പോ
എന്താ അപ്പു നീ എന്നോടൊന്നും മിണ്ടാത്തത്? എന്നോട് എന്തെങ്കിലും ഒന്ന് പറയും, എന്നൊന്ന് ചേർത്ത് പിടിക്കെങ്കിലും ചെയ്യപ്പോ പ്ലീസ്. മാളു, എന്താടി ഇത്? കരയല്ലേ? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്തുണ്ടാവും. അമ്പിമാമ, വി പി എന്താ ഇവിടെ? അതോ, അതൊക്കെ പറയാം. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കായിരുന്നു, പക്ഷേ അവിടെ ഗസ്റ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റ് നന്ദകുമാറും മാളവും കൂടി വന്നിട്ടുണ്ട് അപ്പുനെ കാണാൻ. ഞാൻ അവരെ ഫോളോ ചെയ്തു വന്ന കാര്യം അവർക്ക് അറിയില്ല. പാവങ്ങളെ നമ്മളായിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, അവർ സംസാരിക്കട്ടെ, നമുക്ക് ഇവിടെ നിൽക്കാം. അല്ല വി പി, അത് ആ കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാന്നേ.